തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ദുരിതത്തിൽ. തൃക്കൂർ മതിക്കുന്ന് സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള കണ്ണനാണ് ഒരു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ മാസം 12-ന് തൃക്കൂർ മേക്കട്ടിയിലായിരുന്നു അപകടം. കൂലിപ്പണിക്കാരനായ കണ്ണൻ പണി കഴിഞ്ഞ് വരുന്നതിനിടെ തെരുവുനായ സ്കൂട്ടറിൽ വന്നിടിക്കുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കണ്ണൻ വീട്ടിൽ തുടർ ചികിത്സയിൽ കഴിയുകയാണ്. കണ്ണന്റെ ഏക വരുമാനമാണ് കുടുംബത്തിന്റെ ആശ്രയം. ഇത്ര നാളായി ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലായ കണ്ണന് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സിന്ധുമോൾ എന്നിവർ ചേർന്ന് നൽകിയ ആശുപത്രി ഉപകരണങ്ങൾ ആശ്വാസമായിരിക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് 5000 രൂപ ധനസഹായം അനുവദിച്ചിരുന്നു. എന്നാൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് കൂടുതൽ ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൃക്കൂരിൽ വെച്ചിട്ടാണ് ഈ തെരുവുനായ വട്ടം ചാടി അദ്ദേഹം മറിഞ്ഞു വീഴുകയും കാലിന് താൽക്കാലികമായ പ്ലാസ്റ്റർ ഇട്ട് കുറച്ചു കാലം ഇരുന്നെങ്കിലും പിന്നീട് വീണ്ടും ഡോക്ടറെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാല് സർജറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ ഗ്രാമപഞ്ചായത്തുകൾ അടിയന്തരമായി ധനസഹായം നൽകുന്ന വെറും 5000 രൂപ മാത്രമാണ്. എന്നാൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന തെരുവുനായ ശല്യം കൊണ്ട് ഇത്തരം രീതിയിൽ അപകടം പറ്റിയാൽ ആ അപകടത്തിന് വേണ്ട ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കണ്ണന്റെ കുടുംബത്തിന് കൂടുതൽ ധനസഹായം ലഭിക്കാൻ ജില്ലാ നിയമസഹായ വേദിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് അംഗങ്ങൾ. തൃക്കൂർ പഞ്ചായത്തിൽ അടുത്തിടെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. TCV പുതുക്കാട്.